നമ്മളെ നാട്ടിലെ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഏരിയകളും അതുപോലെ തന്നെ റോഡുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയലില്ലേ വിദേശത്തെ ഇവിടെ പോയ പോലെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ വൃത്തിയുള്ള പരിസരങ്ങളും വീടിൻ്റെ ചുറ്റുമൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ തോന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ അവർക്ക് ഇത്രയും വൃത്തിയായിട്ട് പരിസരങ്ങളും റോഡുകളും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. Hi friends, welcome back to fiveascreations. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം വിദേശ രാജ്യത്ത് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കറിയാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് നല്ല മനോഹരമായ റോഡുകളും ഏരിയകളും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ രാജ്യങ്ങളിലൊക്കെ അവരെ ക്ലെൻലിനെസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? പിന്നെ അപ്പം ഞാനിപ്പം ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ പിന്നെ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നത്, ഇവിടുത്തെ ഒരു വേസ്റ്റ് കളക്ഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ്, കൗൺസിൽ അതിന് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ചെറിയൊരു വ്ളോഗാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ പഞ്ചായത്ത് പോലെയാണ് ഉള്ളൊരു ബോഡിയാണ് ഇവിടെ ഇപ്പം കൗൺസില്. അപ്പോൾ കൗൺസിലിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പം വേസ്റ്റ് കളക്ഷന്, ഡിസ്പോസല്, റീസൈക്ലിങ്, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ, അതുപോലെ തന്നെ സ്കൂളുകൾ, സ്ട്രീറ്റ് ക്ലീനിങ്, ഇതൊക്കെ ഇവരെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇപ്പം നമുക്ക് ഒരു കൊല്ലം തുടങ്ങുമ്പം തന്നെ ഇവർ വീട്ടിലൊരു ചാർട്ട് കൊണ്ടുതരും. അപ്പോൾ ആ ഒരു വർഷത്തേക്ക് നമ്മൾ എങ്ങനെ വേസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഏതൊക്കെ ഡേയ്സിൽ അവർ കളക്ട് ചെയ്യും എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ആ ചാർട്ടിൽ കിട്ടും. അതുപോലെ തന്നെ പിന്നെ വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഓരോ ബിന്നുകളും ഇവർ നമുക്ക് കൗൺസിൽ തന്നെ നമുക്ക് വീട്ടിൽ എത്തിച്ചു തരും. അതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ചാർട്ട്. അപ്പൊ ഇത് പിന്നെ കൗൺസില് എല്ലാ കൊല്ലം തുടങ്ങുന്ന സമയത്തും എല്ലാ വീട്ടിലും കൊണ്ടുപോയിട്ട് നമുക്ക് ഇട്ട് തരുന്നതാണ്. അപ്പം ഇതില് കറക്റ്റ് ആയിട്ട് പറയും ഇന്ന ഡേയില് ഇന്ന ബിന്നാണ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ആവശ്യം വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ബൈഹാർട്ടായിട്ട് കിടക്കുമല്ലോ. അത് പഠിച്ചു വരുന്നവരെ നമുക്കിതുപോലെ പെട്ടെന്ന് ആക്സസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അപ്പം ഞാനിപ്പം ഇന്നലത്തെ വേസ്റ്റ് ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പോകണം. അപ്പം നമ്മളിങ്ങനെയുള്ള ക്യാൻസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് റിൻസ് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇതിൽ ഇടാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സെപ്പറേറ്റ് ബിൻസ് ഓരോ വീടുകളും അത് കൗൺസിൽ തന്നെ നമുക്ക് എത്തിച്ചു തരും. ഇത് ഓരോന്നും ഓരോ പർപ്പസിനുള്ളതാണ്. അപ്പം ഇതാണെങ്കിൽ നമുക്ക് ഫുഡ് വേസ്റ്റ് മാത്രമേ ഇതിലിടാൻ പാടുള്ളൂ. അപ്പോൾ ഫുഡ് വേസ്റ്റ് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇടാൻ പറ്റില്ല. അതിൽ ഏത് നമ്മൾ പേപ്പറിൽ കവർ ചെയ്തിട്ടിടണം, അല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ ബാഗിൽ തന്നെ ഇടണം. അല്ലാതെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ വേസ്റ്റ് എടുക്കില്ല. അതുപോലെ ഇത് നമുക്ക് ന്യൂസ് പേപ്പേഴ്സ്, കാർഡ്ബോർഡ് അതുപോലെയുള്ള സാധനങ്ങൾ മാത്രം ഇതിൽ ഇടാൻ പാടുള്ളൂ. ഇതാണ് ജനറൽ വേസ്റ്റ്. പിന്നെ ഇത് പ്ലാസ്റ്റിക്സും അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിൽസും ഒക്കെ ഇതിലാണ് പോവുക. അതിൽ നമുക്ക് രണ്ടും ഇടാം, പ്ലാസ്റ്റിക്കും ഇടാം, ഗ്ലാസ് ബോട്ടിൽസും ഇടാം. പിന്നെ ജനറൽ വേസ്റ്റ് ആണെങ്കിൽ അപ്പം നമുക്ക് ഇത്രയും സെപ്പറേറ്റ് ബിൻസ് ഉള്ളത് കൊണ്ട് ഇതിൽ ധാരാളം വേസ്റ്റ് അങ്ങനെ വരില്ല. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്ലാസ്റ്റിക് കവറുകൾ, അതാണ് ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ നാപ്കിൻസ് അതുപോലെയുള്ള വേസ്റ്റുകൾ മാത്രമേ ഇതിൽ വരുള്ളൂ. കാരണം ഇത്രയും നമ്മൾ ഓരോ ദിവസം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കുള്ള വേസ്റ്റ് വളരെ കുറച്ച് വരുന്നുള്ളൂ. ഇതിപ്പം വീടുകളിൽ മാത്രമല്ല, അപ്പം കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലാണെങ്കിലും ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ബിൻ ഇതേപോലെ തന്നെ കൗൺസിൽ പ്രൊവൈഡ് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു സിസ്റ്റം അവരും ഫോളോ ചെയ്യും. പിന്നെ നമുക്ക് ഓരോ കൗൺസിലിനും ഓരോ പെർട്ടിക്കുലർ ഡേ ഉണ്ടാവും. അപ്പോൾ ബിന്ന് കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഏരിയയിൽ അത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ രാവിലെ തന്നെ കൗൺസിൽ വണ്ടി വന്നിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യും.
അപ്പോൾ പൊതുവെ ആളുകൾ സൺഡേ ലേറ്റ് ആയിട്ട് എണീക്കുന്നത് കൊണ്ട് എല്ലാവരും സാറ്റർഡേ വൈകുന്നേരം തന്നെ ബിന്നെടുത്തിട്ട് വീടിന്റെ മുന്നിൽ വെക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ഇത് കളക്ട് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്രേയും ഗ്രീനുമാണ് ഈ ഒരു ദിവസം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അവർ അത് കളക്ട് ചെയ്ത് പോയിട്ട് എംപ്റ്റി ആക്കിയിട്ട് അവർ ബിന്നെ തിരിച്ചു വെച്ചിട്ട് പോകും. ഇത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവന്റെ വേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവന്റെ പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയിട്ടിടാനോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ബിന്നുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൗണൊക്കെ പൊതുവെ നല്ല വൃത്തിയായിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇനിയിപ്പോൾ അഥവാ നമ്മൾ ബിന്നിലല്ലാതെ പുറത്ത് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഇടുകയാണെങ്കിലും അത് അപ്പം തന്നെ ആളുകൾ വന്നിട്ട് ക്ലീൻ ആക്കാനും അങ്ങനത്തെ ഒരു സംവിധാനവും ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവർ ഇവിടെ ഒക്കെ ബിന്നൊക്കെ കാലിയാക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വേസ്റ്റുകളൊക്കെ അത് ഒരു റീസൈക്ലിംഗ് ഏരിയയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവർ. ഇപ്പം ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അതെല്ലാം അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ റീസൈക്ലിങ്ങിന് യൂസ് ചെയ്യും. ഇനി ഇതിനൊന്നും പറ്റാത്തതാണെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. അതിന് ഓരോ കൗൺസിലിനും റിമോട്ടായിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഇല്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ ഇവർക്ക് പറ്റും. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ ഇവിടെയുള്ള എല്ലാ സ്ട്രീറ്റുകളും നമുക്ക് നല്ല വൃത്തിയായിട്ട്, അതായത് ഇപ്പം വേസ്റ്റ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ക്ലീൻ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമുക്കിവിടെ നന്നായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇവിടെ നിന്നല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് ആ സ്ട്രീറ്റ് നന്നായിട്ട് ഭംഗിയായിട്ട് കാണാനും വൃത്തിയായിട്ട് ഇരിക്കുന്നതെന്നും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.